പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് സിപിഐഎം പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചത് ചർച്ചയാക്കി UDF. പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഷെറിന്റെ കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. കൂടുതൽ ബോംബ് ശേഖരമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡ് വ്യാപക പരിശോധന നടത്തുകയാണ്. എന്നാൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് തന്നെയാണ് CPM നിലപാട്. PJ രാജൻ, CPM സംസ്ഥാന സമിതി അംഗം നമ്മോടൊപ്പം ഉണ്ട്. PJ രാജൻ, മരിച്ച ഷെറിന്റെ വീട് CPM പ്രാദേശിക നേതാക്കൾ സന്ദർശിക്കുന്നു. പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും. എനിക്കറിയാം, സ്വാഭാവികമായും താങ്കൾ പറയും ഒരു മരിച്ച വീട്ടിൽ ആർക്കും പോകാം അല്ലെങ്കിൽ പോകണം എന്നൊക്കെ. പക്ഷേ CPM പറയുന്നത് CPM പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇവർ എന്നുള്ളതാണ്. എങ്കിലും പോകാം. പക്ഷേ ആ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി അംഗങ്ങളല്ല, ദൂര മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് അവിടേക്ക് എത്തുന്നത് എന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക CP ജയരാജൻ? ഇന്നത്തെ മാതൃഭൂമി പത്രം ഞാൻ വായിക്കുകയുണ്ടായി. ആ പത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, CPM നേതാക്കന്മാരാരും അവിടെ വന്നില്ല, ആദരാഞ്ജലി അർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങും അവിടെ ഉണ്ടായില്ല. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അവരുടെ ഈ മരിച്ച യുവാവിന്റെ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും പോയിട്ടുണ്ടാവും. അതല്ലാതെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവും അവിടെ പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഞാൻ ആ പ്രദേശത്തൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ഇത്തരമൊരു വാർത്ത കേട്ടത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാക്കന്മാരും പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാവും. ദയവായി തുടരണം അങ്ങ്. ശ്രീ അർജുൻ കല്യാട് കൂടി ചേരുന്നു. അർജുൻ കല്യാട്, ആരൊക്കെയാണ് പോയത്? PJ രാജൻ നിഷേധിക്കുകയാണ്. അർജുൻ, പാർട്ടിയുടെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം അശോകനുമാണ് ഇവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളത്. ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം അശോകൻ അവിടെ സന്ദർശനം നടത്തി വീട്ടിൽ നിന്ന് മടങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യ സഹിതമാണ് നമ്മൾ വാർത്ത നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ആരും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. സുധീർ കുമാറും അതുപോലെ അശോകനും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരൊന്നും ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു മരിച്ച വീട്ടിൽ അവരുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളോ അതന്നെ പരിചയക്കാരോ ആയിട്ടുള്ള ആളുകൾ പോകുന്നതിന് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോ നിങ്ങൾ ഒരു മരിച്ച വീട്ടിൽ ആരെങ്കിലും പോകുന്നത് എന്തിനാ ഇങ്ങനെ ചർച്ചയാക്കുന്നത്? ഞങ്ങള് പാർട്ടി മനുഷ്യരുടെ പാർട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിർഭാഗ്യകരമായിട്ടൊരു സംഭവമാണ് നടന്നത്. പാർട്ടിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം പറഞ്ഞതാണ്. ഈ പരിക്കേറ്റവരൊക്കെ തന്നെ പാർട്ടി മുമ്പ് തള്ളിപ്പറഞ്ഞ ആളുകളാണ് എന്നത് പറഞ്ഞതാണ്. പക്ഷെ അവർക്ക് ബന്ധുക്കളുണ്ട്, അവർക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അവരുമായിട്ട് പരിചയമുള്ള ആരെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു മഹാ അപരാധമായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. പാർട്ടിയുടെ പാനൂർ ഏരിയയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാര് അവിടെ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും ഒരു ബന്ധുത്വത്തിന്റെ അടിസ്ഥാനത്തിലോ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലോ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും വിലക്കിയിട്ടുമില്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മരിച്ച വീടാണ്. ആ മരിച്ച വീട്ടിൽ അവിടുത്തെ കൂത്തുപറമ്പ് MLA ശ്രീ KP മോഹനൻ അദ്ദേഹം ഇന്നലെ പോവുകയുണ്ടായി. അങ്ങനെ ആരെയും ഞങ്ങൾ വിലക്കിയിട്ടില്ല. പക്ഷേ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഇപ്പോ മാധ്യമങ്ങൾ, നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇവർ CPM പ്രവർത്തകരാണെന്നാണല്ലോ. CPM പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ CPM വേണ്ടി റീത്ത് അർപ്പിക്കും. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളി ഉണ്ടാവും. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അപ്പോ ഈ എന്തും ആയുധമാക്കി CPM ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമാണ്. ദയവായി തുടരുക CP ജയരാജൻ, ദയവായി തുടരുക. ഞാൻ